പഠനത്തെയും പെരുമാറ്റത്തെയും ക്രമീകരിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അംഗനവാടികളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഒരു അംഗനവാടിയുടെ ഉദ്ഘാടനത്തിന് ഈ നട്ടുച്ച നേരത്തും ഒരുപാടേറെ അമ്മമാർ, സഹോദരിമാർ നിങ്ങളുടെ ആ താല്പര്യപൂർവ്വം ഇവിടെ വന്നിരിക്കുന്നത്. കുട്ടികളുടെ കലാപരിപാടികളുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെയുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് നിങ്ങളതിനെ പ്രേരിപ്പിക്കുന്നത് അംഗനവാടി നിങ്ങളുടേതാണ് എന്നുള്ളത് കൊണ്ടാണ്. അതിനു വേണ്ടിയാണ് പണം ചെലവഴിക്കാൻ തീരുമാനിച്ചത്. അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് ലഭിക്കുന്ന ഫണ്ട് ഇതുപോലെ നാട്ടിലെ സാധാരണക്കാരായ രക്ഷിതാക്കളായ വിദ്യാർത്ഥികളായ പ്രദേശത്തിൻ്റെ ഗുണപരമായ മാറ്റത്തിന് നൽകുക എന്നതാണ് ഞങ്ങളെല്ലാ ജനപ്രതിനിധികളും ഇവിടെ എല്ലാവരും ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും ജനപ്രതിനിധികൾ എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മെമ്പർമാരും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഒക്കെ അടക്കമുള്ള ആളുകൾ ഇവിടെ ഇരിക്കുകയാണ്. അവരൊക്കെ ഇതുപോലെ നാടിൻ്റെ ഓരോ വികസനത്തിനും ഫണ്ടുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ തിരഞ്ഞെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതിന് വേണ്ടിയാണ്. അതൊക്കെ ആ കാര്യങ്ങളൊക്കെ അവർ കൂടുതൽ പറയും, ഞാൻ വിശദീകരിക്കുന്നില്ല. ഏതായാലും വളരെ സന്തോഷമുണ്ട് ഇത്തരമൊരു സന്ദർഭത്തിൽ നിങ്ങളോടൊപ്പം ഇവിടെ കൂടാനും ഒരുമിച്ചിരിക്കാനും ഇവിടെ സാധിച്ചത്. പ്രിയപ്പെട്ട മെമ്പർ ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു, ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമുക്കിവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മാറാക്കര പഞ്ചായത്ത്, മാറാക്കരയിൽ സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ വികസനത്തിൽ രാഷ്ട്രീയം കലർത്താതെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സംവിധാനമാണ് മാറാക്കരയിലുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളൊക്കെ ഈ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതും നടപ്പിലാക്കുന്നതും. ഇവിടെ സ്കൂളുകൾക്ക് ബസ് നൽകിയിട്ടുണ്ട്, കെട്ടിടം നൽകിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം 50 ലക്ഷം രൂപ ചെലവഴിച്ച് നമുക്കിടയിലുള്ള കുടുംബങ്ങളിലെ പ്രയാസകരമായ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവരെ സംരക്ഷിക്കുക എന്ന നമ്മുടെ ഒരു ബാധ്യതയാണ്. ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നിർബന്ധമായ ഒരു നിലപാടെടുത്തതിൻ്റെ ഭാഗമായി ഇവിടുത്തെ ആളുകൾ ഈ കുടുംബങ്ങളെ സഹായിക്കുക എന്ന ഒരു നിലപാടിൻ്റെ ഭാഗമായി 50 ലക്ഷത്തിലധികം രൂപ നൽകിക്കൊണ്ടാണ് ആ ബഡ്ജറ്റ് സ്കൂൾ അവിടെ പ്രവർത്തനം പൂർത്തീകരിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്ന് നമ്മുടെ ഒരു കടമയാണ്. അതുകൊണ്ടാണ് അതിന് പണം വേണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി നിർബന്ധം പിടിച്ചത്. അതിനുവേണ്ടിയാണ് നാട്ടുകാർ നിർബന്ധം പിടിച്ചത്. അതുകൊണ്ടാണ് ആ രക്ഷിതാക്കന്മാർ അവരുടെ ഒരു അത്താണി എന്നുള്ള നിലക്ക് അവർക്ക് ആ കേന്ദ്രം മാറണം എന്നുള്ള താല്പര്യമാണ് ഞങ്ങൾ പരിഗണിച്ചത്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ സാധിച്ചു എന്നതിൻ്റെ സന്തോഷമാണ്, ചാരിതാർത്ഥ്യമാണ് ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾക്ക് ലഭിക്കുന്നതും കിട്ടുന്നതുമൊക്കെ. അതിന് സഹായകരമായ ഒരു നിലപാടാണ് നിങ്ങളെല്ലാവരും സ്വീകരിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ആ നടനയോടും കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ്. ഇത് ചെയ്യാൻ സാധിച്ച ഒരു നിലപാടിലേക്ക് എത്തിക്കാൻ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു സാരണം